Hello guys, welcome to our channel EB Fun World. എൻ്റെ ഈ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത് കഴിഞ്ഞിട്ട് എത്രയായിട്ടാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത്. ശരിയാണ്, ഇത് കഴിഞ്ഞിട്ട് ഒരുപാടായി, ലേറ്റായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, കുഞ്ഞു വ്ലോഗാണ്. അപ്പോൾ ഇതിൻ്റെ തലേന്നത്തെ വിഷ്വലാണിത്. ഇതിൻ്റെ തലേന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു, ബോഡി പെയിനും തലവേദനയൊക്കെ ആയിട്ട് ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ മോക്കും വല്യമ്മക്കൊക്കെ മെഹന്തി ഇട്ട് കൊടുത്തു. അങ്ങനെ രാവിലെ തന്നെ ഞാൻ വല്യമ്മാൻ്റെ മെഹന്തി ചുവന്നണോന്നൊക്കെ നോക്കുകയാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. ആൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചുവന്നത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ നല്ല ചുവപ്പാണ്, പുറമേക്ക് ചുവപ്പ് ഇച്ചിരി കുറവാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ആൾ നല്ല ഹാപ്പിയാണ്. നമ്മളെക്കൊണ്ട് എന്താണോ അവരെ ഹാപ്പി ആക്കാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പം നമുക്കും ഒരു സന്തോഷമാണ്, അവർക്കും സന്തോഷമാണ്. പിന്നെ വല്യമ്മക്ക് പൂക്കളോടൊന്നുമല്ല, ഈ ഒരു ഡിസൈനിനോടാണ് താല്പര്യമുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഡിസൈൻ ചെയ്തെടുത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ദോശയാണ് ഉണ്ടാക്കുന്നത്. വല്യമ്മ ബിരിയാണി കഴിക്കൂല കേട്ടോ. അപ്പോൾ വല്യമ്മക്ക് വേണ്ട കറിക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ദോശ ഇടുന്ന ഗ്യാപ്പിൽ ഉമ്മ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പെരുന്നാൾ കൂടുന്നത് മൂത്തച്ഛൻ്റെ വീട്ടിലാണ്. അവിടെ താത്ത ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ഞാനിവിടെ വല്യമ്മക്ക് വേണ്ട ചോറും കറിയും തോരനും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കറി ഉമ്മയാണ് വെക്കുന്ന, ആടുകറിയാണ് കേട്ടോ. കിച്ചണിൽ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ മോനെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഔട്ട്ഫിറ്റ് ഇതാണ്. ഓനും ഉപ്പയും കൂടെ എടുത്തതാണ് കേട്ടോ ഡ്രസ്സ്. ഇതിൻ്റെ അന്ന് രാവിലെ നല്ല മഴയായിരുന്നു. പള്ളിയിൽ പോകുന്ന സമയത്ത് നല്ല മഴയാണ്. അപ്പം കാക്കാൻ്റെ കൂടെയാണ് പോകുന്നത്. അവനെ അങ്ങോട്ടേക്ക് ആക്കി കൊടുത്തിട്ട് ഞാൻ നേരെ വന്ന് പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ പായസം തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പാത്രത്തിലായിരുന്നു. ഈ പാത്രത്തിലാണ് വറുത്തതും എല്ലാം ചെയ്തത്. പക്ഷെ പാലൊഴിച്ചപ്പോൾ പാത്രം അടിയിൽ കൂടെ ലീക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയോ പാത്രത്തിൻ്റെ അടിയിൽ ഒരു പൊട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പാത്രം മാറ്റിയിട്ടോ. അപ്പോൾ നമ്മൾ സേമിയ പായസം വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സേമിയ, നേരത്തെ കാണിച്ച ഒരു സേമിയാണ് നമ്മൾ യൂസ് ചെയ്യൽ. അതാണ് ഇവിടെ എല്ലാവർക്കും താല്പര്യം. അപ്പം പാത്രത്തിലേക്ക് ഇതാ സേമിയൊക്കെ വറുത്തിട്ട് ഞാനൊരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പാൽ ഒഴിക്കുന്നതിന് മുന്നേ ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പാല് പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അവിടെ നിന്ന് ഫുള്ള് ഹരിബറിയായിരുന്നു, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് കുളിച്ച് മാറ്റി വല്യമ്മാനെ ഒരുക്കുകയാണ്. സാധാരണ ആൾ ഇങ്ങനെ ഒന്നും ഒരുങ്ങാറില്ല കേട്ടോ, നോർമലായിട്ടാണ് ഒരുങ്ങാറുള്ളത്. ഇന്ന് മോളിങ്ങനെ ഓരോന്ന് മുഖത്ത് തേക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായി തേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്തതാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ എനിക്ക് നല്ല കുട്ടിയായിട്ട് നിന്ന് വരുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നതും വലിയ ഇഷ്ടമുള്ള സംഭവമൊന്നുമല്ല, പക്ഷെ എന്തോ അന്ന് നല്ല വൃത്തിക്ക് എനിക്ക് നിന്ന് വന്നു. അതുപോലെ മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇതൊന്നും കാണിച്ചില്ലല്ലോ, എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ കാക്കാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ കാക്കാൻ്റെ വീട് വരുന്നത്. ഞാനും വല്യമ്മയും മക്കളും ഉമ്മയും കൂടെ കാക്കാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അതാ നാത്തൂനും മക്കളും വന്നിട്ടുണ്ട്. എല്ലാവരും പുറത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഈ സമയത്താണ് അവർ വന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞൊരു വൈകുന്നേരം ആയപ്പം എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങ് നമ്മളൊന്ന് എല്ലാവരും ഒന്ന് ഉറങ്ങി എണീറ്റ്. രാത്രി വീണ്ടും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ രാത്രി എളാപ്പാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നമ്മൾ പയ്യന്മാരെല്ലാവരും കൂടെ, അതായത് കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് പടക്കം പൊട്ടിക്കുന്നുണ്ട്. അവരെല്ലാ ഈദിനും ചെയ്യുന്നതാണിത്. നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് വീട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടാൻ പറ്റാറില്ല. അപ്പം ഇത്തവണ ആരും പോവാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. മാഷാഅല്ലാ, നമ്മളെ കുട്ടികളെ പറ്റി പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ. നമ്മളെ കസിൻസ് അടിപൊളിയാണ്. ഇവരെല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ അതൊരു ഓളാണ്. ഇവർക്ക് അങ്ങനെ വലിയവർ ചെറിയവർ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറൈസ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും എൻജോയ് ചെയ്യുക, എല്ലാവരെയും ചേർത്തെടുക്കുക, ആ ഒരു മൈൻഡ് സെറ്റുള്ള കുട്ടികളാണ്. അതുപോലെ ഇതിനൊക്കെ എല്ലാ വീട്ടിലും പോവുക. ഇപ്പോഴും ഉണ്ടാവും കേട്ടോ, ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരും ഉണ്ട്. പക്ഷേ ഞാൻ ഇപ്പം ഈ ഒരു ഫാമിലിയിലേക്ക് വന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ കാണുന്നൊരു സംഭവമാണ്. ഇവർ കുട്ടികളെല്ലാവരും കൂടെ ഈദിന് വരും,
എല്ലാ വീട്ടിലും ഒന്ന് വിസിറ്റ് ചെയ്യും. കുറച്ച് സമയം അവിടെ ഇരുന്ന് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പോവാം. നല്ല രസമാണ്. എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അത് അനുഭവം ഉണ്ടാവില്ല. ഇതൊക്കെ കുറേ എസ്തെറ്റിക് ഫോട്ടോസ് എടുക്കുക, ട്രിപ്പ് പോവുക. നമ്മളെ ഫാമിലിയിലായിട്ട് ഒതുങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലൊരു ഗ്യാതറിങ് എന്തുകൊണ്ടും നന്നായിരിക്കും കേട്ടോ. പിന്നെ അവർ ചെയ്യുന്നത് നമ്മളെ കുട്ടികളെ കൊണ്ടും വലിയവരെ കൊണ്ടും പേടിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരെ കൊണ്ടൊക്കെ ഓരോ പടക്കം കൈ കൊടുത്തിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അല്ല അത് സ്റ്റോപ്പായി. ഈദിൻ്റെ രാത്രി പിന്നെ അവിടത്തോടു കൂടി അതങ്ങ് തീർന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഉറങ്ങി. രാവിലെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അപ്പോഴേക്കും എൻ്റെ ഉപ്പയും എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് കളിയാട്ടം ഉണ്ടായിരുന്നത്. അത് കാരണം റോഡൊക്കെ ബ്ലോക്ക് ആവുമെന്ന് കരുതിയിട്ട് നേരത്തെ തന്നെ വന്നതാണ്. എന്നിട്ട് തന്നെ നമ്മൾ ബ്ലോക്കിൽ പെട്ടു. 3-4 സ്ഥലത്ത് വരവുള്ളത് കൊണ്ട് തന്നെ നമ്മളവിടെ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എൻ്റെ അമ്മായിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. നേരെ പോയിട്ട് നല്ലൊരു ഉറക്കം അങ്ങ് പാസ്സാക്കി. അപ്പോഴേക്കും ഉമ്മ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം തിരൂരുള്ള ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളിതാ അമ്മായിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മായി നമ്മളെ മുന്നിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കയറി. അപ്പം അമ്മായി ഇതാ അമ്മേൻ്റെ മൾബറിയും റംബൂട്ടാനും ഒക്കെ എടുത്ത് വെച്ചത് നമുക്ക് കൊണ്ടുവന്ന് തരികയാണ്. മക്കൾക്കൊക്കെ പിന്നെ അത് ആദ്യം കിട്ടിയാൽ മതിയല്ലോ. അതൊക്കെ കഴിച്ച് പിന്നെ അമ്മേൻ്റെ തോട്ടത്തിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. മൾബറിയൊക്കെ നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറേ പറിച്ച് കഴിച്ചു. അപ്പോഴേക്കും അമ്മായി ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയം അമ്മേൻ്റെ വീട്ടിൽ മരുമോളും മോളും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല രസമായി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇരുട്ടാവുന്നതിന് മുന്നേ വീട്ടിലെത്തണമല്ലോ. അതുകൊണ്ട് പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു പോകുന്ന വഴിയിൽ യാദൃശ്ചികമായിട്ട് എൻ്റെ ടീച്ചറെ കാണാനിടയായിട്ടോ. എന്നെ 10 വരെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നെ അനിയത്തിയെയും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടുകാരായിട്ട് നല്ല ബോണ്ടാണ്. അങ്ങനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു വീട്ടിൽ കയറാണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പാനും ഞങ്ങളെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയും കയറി തിരിച്ച് വേഗം ഇറങ്ങിട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഉപ്പ പറഞ്ഞു സബാൻ്റെ കട, യൂട്യൂബർ സബാൻ ഉണ്ടല്ലോ, മൂപ്പര കടയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. പിന്നെ ഈ ഒരു കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇതോടുകൂടെ ഈദിൻ്റെ 2ാമത്തെ ദിവസം അവിടെ തീർന്നു. 3-ാം ദിവസം രാവിലത്തെ ഞങ്ങളെല്ലാവരും കൂടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം നമ്മളെ ആക്കി തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. കുട്ടികൾക്ക് രസമാണ്, നമുക്ക് രസമാണ്. ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിയും കുട്ടികളും 2 അമ്മമാരും അമ്മായികളും അവരുടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. മക്കൾ കളി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷം നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല നെയ്ച്ചോറും ബീഫ് കറിയും ബീഫ് പൊരിച്ചതും ഉള്ളിച്ചക്കയും കാബേജ് തോരനും പപ്പടും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് മക്കളൊക്കെ വീണ്ടും കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഉപ്പ വന്നിട്ടുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഇനി. കുട്ടികൾക്കൊന്നും കളിച്ചു പോയി തീർന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നേരത്തെ ആണല്ലോ അവിടുന്ന് പോകുന്നത്. രാത്രി പോകാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഇക്കാൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വരാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പോരുകയുണ്ടായത്. പിന്നെ രാത്രി മക്കൾ പൂത്തിരിയൊക്കെ കത്തിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഈദ് വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയൊക്കെ നമ്മളെ ഈദ് വിശേഷങ്ങൾ കേട്ടോ. എനിക്കറിയാം ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നുള്ളത്. എന്നാലും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക.